താന്തോന്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ടു. ഗൗരി പ്രണയിക്കാനൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് അതിൻ്റെ ഭാഷ എന്താണെന്ന് അറിയില്ല. ഇന്നലെ തോറ്റ ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇഷാനിയോട് എനിക്ക് തോന്നിയ പ്രണയമായിരുന്നില്ല. അവളുടെ വെറുപ്പെന്നെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. അതിൽ നിന്നുണ്ടായ ഒരു പ്രത്യേകതരം പ്രതികാര മനോഭാവം, അവളെ സ്വന്തമാക്കണം നടങ്ങാത്ത പ്രതികാര ബുദ്ധി. അതാണ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചത്. അവളെ ഞാൻ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മറ്റുള്ള സ്ത്രീകളെ തേടി ഞാൻ പോവില്ലായിരുന്നു. എനിക്കാണ് തെറ്റുപറ്റിയത്. ഇനി ആ തെറ്റ് തിരുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവളെന്നെ മനസ്സിലാക്കാൻ പോകുന്നുമില്ല. എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയ ഗൗരിയാണ്. എല്ലാം മനസ്സിലാക്കി എൻ്റെ ഒപ്പം നിൽക്കാൻ ഗൗരി കഴിയോ? തന്നെ പോലെ ഒരാൾ കൂട്ടിനുണ്ടെങ്കിൽ ഞാൻ നന്നാവിടോ? അവൻ പറയുന്നതായിട്ട് അത്ഭുതത്തോടെ നോക്കി അവൾ. ഗൗരി, അവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ വിളിച്ചവൻ. ഇതാപ്പിയ നന്നായത്. ഞാനൊന്ന് കൂട്ടായി വന്നപ്പോഴേക്കും തൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തകൾ. മാറിലിരികയും പിണച്ചിട്ടിന്നുകൊണ്ട് അവൾ ചോദിച്ചു അവനോട്. സോറി, ഈ വളച്ചിട്ടി പറയുന്നത് ശീലമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. തനിക്ക് താല്പര്യം വിട്ടേക്ക്. താൻ പറഞ്ഞ പോലെ ഭൂമി ഇങ്ങനെ ഉരുണ്ടുവരുന്ന ഇടയ്ക്കാണല്ലോ. എവിടെയെങ്കിലൊക്കെ വെച്ചൊക്കെ കാണുമായിരിക്കും. ശരി, പോട്ടെടോ. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തൊന്ന് റേസ് ചെയ്ത് മുന്നോട്ടെടുത്തു. എടോ മാഷേ, ഞാൻ കൂടെ കൂടിയ നന്നാവുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് സംസാരിക്കേ. ആർക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. പിന്നിൽ നിന്ന് അവൾ വിളിച്ചു പറയുന്ന കേട്ടപ്പോൾ റോഡിലിട്ട് തന്നെ വണ്ടി വട്ടം തിരിച്ചാൽ അവൾ നിൽക്കുന്നിടത്തേക്ക് വന്നു. താനിപ്പോൾ എന്താ പറഞ്ഞ്? ഒന്നുകൂടി കേൾക്കാനുള്ള ആകാംക്ഷയോടെ അവളുടെ അടുത്തേക്ക് മുഖമൊന്ന് ചായച്ചവൻ. ഈ തെമ്മാടി എനിക്ക് ഇഷ്ടമാണെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കഴുത്തിൽ താലിയിട്ടിട്ട് വേറെ തെമ്മാടിത്തരത്തിനെങ്ങാനും പോയാലേ പിന്നെ വലിയ വീട്ടിൽ ഭദ്രം എഴുന്നേറ്റ് നടക്കില്ല കേട്ടോ. അത് ഓർമ്മ വേണം. അവൾ പറയുന്നതായിട്ട് ഉറക്കെ ചിരിച്ചവൻ. ആദ്യമായിട്ടാണ് താൻ അങ്ങനെ ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി അവന്. അതെ, തന്നെ മാമാറിനൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തായാലും ഇടംകോലിടാൻ ആദ്യം അയാൾ തന്നെ മുന്നിട്ടുണ്ടാവും. നേരെ ചൊവ്വ നടത്തി തരുമെന്ന് തോന്നില്ല. എന്തായാലും ഞാൻ വന്ന് പെണ്ണി ചോദിക്കാം. അവരെന്നെ ആട്ടിവിടുകയാണെങ്കിൽ വിളിച്ചിറങ്ങി വരാൻ എനിക്ക് ധൈര്യമുണ്ടോ? അവനവിടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. പിന്നെ തെറ്റുപറ്റിയാൽ അത് തിരുത്താനുള്ള മനസ്സുണ്ടാവണം. എൻ്റെ കാഴ്ചപ്പാടിൽ തനിക്കുണ്ട്. നന്നാവണമെന്ന് സ്വയം തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ തനിക്ക്. എന്തായാലും താൻ വീട്ടുകാരെ കൂട്ടി വാ, പെണ്ണി ചോദിക്കാം. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. അവൾ പറയുന്ന കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ വിരിഞ്ഞു. തന്നെ ദൈവമായിട്ടാ എന്നെ മുന്നിലെത്തിച്ച്. ഈശ്വരൻ എനിക്കായി കരുതി വെച്ച പാതി താനായിരിക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ കണ്ടുകൂട്ടിയത്. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഇത്രയും കാലം ഒരുത്തിനോട് പോലും തോന്നാത്ത ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് തന്നോട് തോന്നണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് തീർച്ച. എന്നാലേ അധികം ചവിട്ടാമോ ചെല്ല്. ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് ഫോൺ എടുത്തവൾ. നമ്പരൊന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്യട്ടെ, അഡ്രസ്സ് അതിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ വേഗം തന്നെ തന്റെ നമ്പർ പറഞ്ഞു കൊടുത്തവൻ. വലിയ വീട്ടിൽ ഭദ്രൻ തന്നെ സേവ് ചെയ്തേക്കാം അല്ലേ? കുസൃതിയോടെ ചോദിച്ചവൾ. എന്ത് വേണമെങ്കിലും സേവ് ചെയ്തോ, തന്നെ ഇഷ്ടം പോലെ. അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു. പേര് സേവ് ചെയ്ത് അങ്ങനെയായിരുന്നില്ല, മൈനെന്ന് സേവ് ചെയ്ത് അവന് കാണിച്ചു കൊടുത്തവൾ. ഗൗരി, ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അവന്റെ വാക്കുകൾ ഇടറി മുറിഞ്ഞു. അവന്റെ കണ്ണുകളിൽ മെഴുനീർത്തുള്ളികൾ സ്ഥാനം പിടിക്കുന്ന അറിഞ്ഞവൾ. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സ്നേഹത്തിൽ അവന്റെ ഉള്ളം സന്തോഷിക്കുന്നത് മനസ്സിലായി അവൾക്ക്. പുറമേ ഗൗരവം നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളുപൊള്ളയായ മനുഷ്യനാണ് അവനെന്ന് അവൾ തിരിച്ചറിയായിരുന്നു ആ നിമിഷം. എന്നാ പിന്നെ മാഷിച്ചല്ലേ, ഇപ്പൊ പോയില്ലെങ്കിലേ എന്റെ ബസ് മിസ്സാവും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നവൾ. പോകുന്നത് നോക്കി നിന്നവൻ. വളവ് തിരിയും മുന്നേ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. അവന്റെ ഹൃദയം നിറക്കുന്ന ഒരു ചിരി. കൈയൊന്ന് വീശി കാണിച്ചുകൊണ്ട് അവൾ വേഗത്തിൽ നടന്നു വീട്ടിലേക്ക് തിരിച്ചവൻ. ബുള്ളറ്റ് മുറ്റത്തെത്തി സിറ്റൗട്ടിലിരിക്കുന്ന അച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അടുത്തിരുന്നു. അതെ, ആനന്ദരവളെ കിട്ടിയില്ലെന്ന് വെച്ച് സന്യസിക്കാനൊന്നും പോകുന്നില്ല ഞാൻ. ഒരുവളെ കണ്ടുവച്ചിട്ട് ഞാൻ വരുന്നത്. പറഞ്ഞാലറിയും, ആശാന്റെ പെങ്ങളുടെ മകൾ ഗൗരി. നമ്മുടെ കോൺവെന്റ് സ്കൂൾ കരാട്ട് പഠിപ്പിക്കാനുണ്ടായിരുന്നു ഇന്നുവരെ. അവളെ കെട്ടാൻ ഞാൻ തീരുമാനിച്ചു. ഞായറാഴ്ച പെണ്ണി ചോദിക്കാൻ പോകണം. ഭദ്രം പറഞ്ഞിട്ടാണ് അകത്തുനിന്ന് അമ്മ വന്ന്. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? നമുക്ക് യോജിച്ച ബന്ധമൊന്നുമല്ല അത്. അവരൊക്കെ താഴ്ന്ന ആൾക്കാരാ. ഏതാൾക്കാരായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അവൾക്ക് എന്നെയും. ഇനി അവർ നടത്തി തന്നില്ലെങ്കിലും അവളെ വിളിച്ചെറിക്കൊണ്ടുവരും ഞാൻ. എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നസ്രാണി ചെക്കൻ്റെ കൂടെ പോയവരുടെ മുമ്പിൽ കാണിക്കണം എനിക്കും പെണ്ണിട്ടാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നുപോയവൻ. അവനെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നിശബ്ദനായ അച്ഛൻ. മായാവതി എന്തൊക്കെയോ പറഞ്ഞ് മോനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കേൾക്കുന്നുണ്ട് അകത്ത് നിന്ന്. ഒരു കണക്കിന് നന്നായി. ഇനി ഷാനിയെ ശല്യപ്പെടുത്താൻ പോയില്ലല്ലോ അവനെന്ന ആശ്വാസമായിരുന്നു അയാൾക്കപ്പോൾ. രാത്രിയോടെ തന്നെ നമ്പറിലേക്ക് അഡ്രസ്സ് അയച്ചു ഗൗരി. അവളുടെ നമ്പർ വാങ്ങിക്കാൻ മറന്നുപോയല്ലോ എന്ന സങ്കടത്തിലായിരുന്നു ഭദ്രൻ. അപ്പോൾ അഡ്രസ്സ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അവനവളെ വിളിച്ചു. കാത്തിരിക്കാൻ സമയമില്ലെന്നും നാളെ തന്നെ താനും അച്ഛനും അമ്മയും വരുമെന്ന് അറിയിച്ചു. പിന്നെയും കുറെ സമയം സംസാരിച്ചവർ. ഞാനിവിടെ നിന്ന് സൂചിപ്പിക്കട്ടെ? ഗൗരി അനുവാദം ചോദിച്ചു. വേണ്ട, അറിയാതെ വരുന്നത് നല്ലത്. പിന്നെ അവർ ഉടക്കുകയാണെങ്കിൽ തയ്യാറായി ഇരുന്നോളണം കേട്ടോ. എൻ്റെ കൂടെ പോരാൻ ഒന്നും എടുക്കൊന്നും വേണ്ട. നിന്ന നിൽപ്പിൽ എൻ്റെ കൂടെ പോന്നേക്കണം. തന്നെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ.
ഞാൻ വിളിച്ചാൽ വരില്ലെന്നാണ്. ഒന്നുകൂടി സംശയം തീർക്കാനെന്ന പോലെ ചോദിച്ചവൻ. വരും, തീർച്ചയായും. ഉറച്ച വാക്കുകളായിരുന്നു അവളുടെ. ഭദ്രൻ പറഞ്ഞനുസരിച്ച് താല്പര്യമില്ലെങ്കിലും ഗൗരിയുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി മായാവതിയും രാജേന്ദ്രനും. ഏത് നേരത്താണോ ആ പെണ്ണിവന്റെ കൺമുമ്പിൽ പെട്ടത്? ഇതൊക്കെ ആ പെണ്ണ് ഒറ്റൊരുത്തിക്കാരൻ ഉണ്ടായതാ. നിങ്ങളുടെ പെങ്ങളുടെ മകള്. ആ പെണ്ണ് പോയ സങ്കടത്തിൽ വാശി കാണിക്കുന്നതിന്റെ മോൻ. ഭർത്താവിന് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞവർ. നിന്റെ മോന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന പെണ്ണ് ചിലപ്പോൾ ഇവളായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോഴവൻ കണ്ടുകൂട്ടില്ലല്ലോ. എന്തായാലും നമ്മൾ നടത്തി കൊടുക്കാണ്ടിരുന്നാലും അവൻ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. മകന്റെ വീരസാഹസങ്ങൾ അറിഞ്ഞാലേ ആ പെണ്ണിനെ വീട്ടുകാർ എതിർത്ത് പറയാതിരുന്നാൽ മതി. അത്രക്കൊണ്ടല്ലോ മോന്റെ മഹാത്മ്യം. അവരുടെയൊക്കെ ഭാഗ്യമായിരിക്കും എന്റെ മോനെ കിട്ടുന്നത്. അവന് അത്രയ്ക്ക് പണമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? എന്റെ മോൻ എന്താ ഒരു കുറവ്? നിങ്ങളുടെ പെങ്ങളുടെ രമ്പയ്ക്ക് അവനെ പിടിക്കായിട്ടല്ലേ കാരണം നെസാണി ചെക്കന്റെ പിന്നാലെ നടക്കുന്നത്. ഇനിയും നീ അവളുടെ മെക്കെട്ട് കയറുന്ന എന്തിനാടി? നിന്റെ മോന് പകരക്കാരിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഇഷാനിയെ വെറുതെ വിട്ടൂടെ? അവൾ ആരോപ്പെങ്കിലും ജീവിച്ചോട്ടെ. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. നിങ്ങൾ രണ്ടുപേരെയും തല്ലുകഴിഞ്ഞൊന്ന് പോകാൻ പറ്റുമോ? വാതിൽക്കിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചപ്പോൾ തർക്കാതോടെ നിർത്തി രണ്ടുപേരും. ഇനി ആ മറ്റവളുടെ പേര് പോലെ ഈ വീട്ടിൽ കേട്ടുപോരുത്, കേട്ടല്ലോ? രണ്ടുപേരെയും മാറി മാറി നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടാൻ പുറത്തേക്ക് പോയി. ഇതേപോലൊരു നാടിനും കൂടി വേണമായിരുന്നു. ഒന്നിനെ കൊണ്ട് തന്നെ സഹിക്കുന്നില്ല. മായാവതി പിറുവിരുത്തു. അതും കൂടി കേട്ടതോടെ രാജേന്ദ്രൻ ആ മുറി വിട്ടിറങ്ങി. ഭദ്രൻ കാറിൽ കയറി ഹോൺ മുഴക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ശാരദേ, വാതിലടച്ചേക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. അടുക്കളയിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് മായാവതി ഇറങ്ങി. അച്ഛനും മകനും ഫ്രണ്ടിലാണ് ഇരുന്നത്, മായാവതി ബാക്ക് സീറ്റിലും. 3/4 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു ഗൗരിയുടെ വീട്ടിലേക്ക്. മെയിൻ റോഡിൽ നിന്ന് കല്ല് പതിപ്പിച്ച വഴിയിലേക്ക് വണ്ടി തിരിഞ്ഞപ്പോൾ തന്നെ മായാവതിയുടെ മുഖമിരുണ്ടു. ഗൗരി പറഞ്ഞ പോലെ ലൈറ്റ് ബ്ലൂ കളർ പെയിന്റ് അടിച്ചൊരു ചെറിയ ഓട് വീടിന് മുമ്പിൽ വണ്ടി നിർത്തിയപ്പോൾ മായാവതിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇതാണോ വീട്? ചെറിയൊരു മുറ്റവും അത് കയറി ചെല്ലുന്ന ഒരു കുഞ്ഞു വീട്ടിലേക്ക് നോക്കി ചോദിച്ചവർ. ഞാനിവിടെ താമസിക്കാനല്ല വന്ന്, ഇവിടെ നിന്ന് ഒരുത്തിയെ കെട്ടിക്കൊണ്ടുപോകാനാ. അതുകൊണ്ട് വീടും ആളുകളുടെയും സാമ്പത്തികമൊന്നും അമ്മ നോക്കേണ്ട. അമ്മയും തിരിഞ്ഞു പോയിക്കൊണ്ട് പറഞ്ഞവൻ. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന അടുക്കള മുറ്റത്ത് ഗൗരി കണ്ടു. അവൾക്ക് ഉറപ്പായിരുന്നു അത് ഭദ്രൻ തന്നെയായിരിക്കുമെന്ന്. വേഗത്തിൽ അടുക്കളയിലേക്ക് കയറിയവൾ. അമ്മേ, ആരോ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്ക്. ചോറ് വാർത്തു വയ്ക്കായിരുന്നു യശോദ. വില കുറഞ്ഞൊരു മങ്ങിയ കോട്ടൺ സാരിയാണ് അവരുടെ വേഷം. നിനക്ക് അങ്ങ് പോയി നോക്കിയാരെന്താ? അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിലേക്ക് പോകുന്നതാണല്ലോ നീ. അരിശത്തോടെ മകൾ നോക്കി ചോദിച്ചവർ. ഒന്ന് പോയി നോക്കമ്മേ. എവിടെ ആരുമില്ലേ? മുറ്റത്ത് നിന്ന് ചോദിക്കുന്ന ശബ്ദം ഭദ്രന്റേതാണെന്ന് തിരിച്ചറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല ഗൗരിക്ക്. ആ വരുന്നു. കൈ സാരി തലപ്പിലൊന്ന് തുടച്ചുകൊണ്ട് അവർ അടുക്കളയിൽ നിന്ന് ഇറങ്ങി. നെഞ്ചിരിപ്പോടെ ഗൗരി കാതോർത്തു. ഇന്നുവരെ താൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു വികാരം തന്നെ വന്ന് പൊതിയുന്നത് അറിഞ്ഞവൾ. എത്രയൊക്കെ ധൈര്യവതിയാണെങ്കിലും പെണ്ണ് കാണാൻ ആരെങ്കിലും വന്നെന്നറിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പരവേശവും വിറയിലും. ആരാ? മനസ്സിലായില്ലല്ലോ. മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ട ആകാംക്ഷയോടെ ചോദിച്ചവർ. വില കൂടിയ പട്ടുസാരിയും ഇരുകൈയിലും സ്വർണ്ണവളകളും കഴുത്തിൽ 2 മാലയും ഇട്ട് നിൽക്കുന്ന മായാവതിയിലായിരുന്നു അവരുടെ കണ്ണുകൾ. കേശവന്റെ പെങ്ങളല്ലേ? വലിയ വീട്ടിൽ ഭദ്രം എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും. ഏട്ടൻ പറഞ്ഞിരുന്നു നിന്നെ കുറിച്ച്. എന്താ വന്ന്? ഒട്ടും മയമില്ലാത്തൊരു ചോദ്യം. അമ്മേ, അവരോട് കാര്യം ഇരിക്കാൻ പറയൂ. ഗൗരിയുടെ നാളിൽ നിന്ന് അമ്മയെ നോക്കി പറഞ്ഞു. അത് ശരി, അപ്പൊ നീ അറിഞ്ഞുകൊണ്ടേനെ ഇവര് വന്നല്ലേ? ഏട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കാര്യമാക്കിയില്ല. നീ ഒരു ആൺവിരോധിയായിരുന്നല്ലോ. കയറി പൊടിയാത്ത്. കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിലെ കയറിറങ്ങി നടക്കുന്ന ഇവനെ പോലെ ഒരുത്തിനെ കിട്ടിയുള്ളൂ നിനക്ക്. ഭദ്രന് അടിമുടി വിറച്ച് കയറി. ഇതിലും വലിയൊരു അപമാനം വരാനില്ല ഇനി. നേതാളെ, എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയില്ല. ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടമാ. അവൾക്ക് എന്നെയും പെണ്ണ് ചോദിക്കാൻ ഞങ്ങൾ വന്ന് ഉടക്കാനാണ് നിങ്ങളുടെ ഭാവെങ്കിൽ അവളെ വിളിച്ചിറക്കുണ്ടോ? കാണോ നിങ്ങൾക്ക്? ചൂണ്ടുവിരൽ വരുത്തി അവർക്ക് നേരെ പാഞ്ഞെടുത്തവൻ. എന്തൊക്കെ ഭ്രാന്ത നീ പറയുന്നത്? വിവാഹം കഴിക്കാതെ എങ്ങനെയാ നിങ്ങൾ? നന്നായിട്ടൊന്ന് ആലോചിക്കുക. ഇവർക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. അതുവരെ മിണ്ടായിരുന്ന ഭദ്രന്റെ അച്ഛൻ ഇടപെട്ടു. നിങ്ങളുടെ മകന്റെ കഥകളൊക്കെ നാട്ടിൽ പാട്ടാ. പറഞ്ഞറിഞ്ഞ് എനിക്കും അറിയാം. എന്റെ മോളെ ഇവന് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്താ ഇവിടെ ഒരു ബഹളം? ആരവരൊക്കെ? ചോദിച്ചുകൊണ്ട് ഗൗരിയുടെ അച്ഛൻ മുറ്റത്തേക്ക് കയറി വന്നു. കേട്ടോ മനുഷ്യ, നിങ്ങളുടെ മകളെ വിളിച്ചിറക്കിണ്ടോ വന്നാണെന്ന് ഇവൻ. വലിയ വീട്ടിൽ ഭദ്രൻ. കേശവട്ടൻ വിളിച്ചോ പറഞ്ഞിരുന്നില്ലേ? അവനാ. ആ, ഇവനാണല്ലേ? വെറുതെ വഴക്കിലൊന്നും നിൽക്കണ്ട. എന്റെ മോളെ നിനക്ക് തരാനുള്ള ഉദ്ദേശമല്ല. ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ പോവാൻ നോക്ക്. ഭദ്രയെ നോക്കി പറഞ്ഞയാൾ. എന്റെ കൂടെ വരാൻ ഗൗരിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും. തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോ. ഗൗരി, ഇറങ്ങി വാ. മുണ്ടും മടക്കി കുത്തിയവൻ മുന്നോട്ടാഞ്ഞു. അച്ഛാ, വെറുതെ വഴക്കി നിൽക്കണ്ട. ഞാൻ വിളിച്ചിട്ട് ഇതേ ഇവിടെ വന്ന്. എനിക്ക് അയാളെ ഇഷ്ടമാണ്. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ച. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. പറഞ്ഞുകൊണ്ട് ഗൗരി വരാന്തിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. എടീ, ഇതുവരെ വളർത്തി വലുതാക്കിയവരെ മറന്നിട്ടാണോ ഇന്നലെ കണ്ട ഇവന്റെ കൂടെ നീ പോകുന്നത്? നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. നീ നല്ലൊരുവനെയാണ് കണ്ടുപിടിച്ച് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും ഉണ്ടാവില്ലായിരുന്നു. ഇവനെ പോലൊരു തെമ്മാടിയുടെ കൂടെ നിന്നെ വിടാൻ മനസ്സിലാത്തോണ്ടാ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ്. നിനക്ക് ഇവനെ മതിയെങ്കിൽ പോയിക്കോ. നാളെ നിന്നെ ഉപയോഗിച്ച് ഇവൻ വേറെ വല്ലവരുടെയും പിന്നാലെ പോകും. നോയിക്കോ നീ. സ്വന്തം മകളെങ്ങനെ ശപിക്കാതെ. വാഗോരി, നമുക്ക് പോ. അച്ഛാ,
ക്ഷേത്രത്തിൽ പോയി മാറിയുള്ള ഏർപ്പാട് ചെയ്യാം. അത് കഴിഞ്ഞ് നാളെറിഞ്ഞ എല്ലാവരെയും വിളിച്ചൊരു സദ്യ, അത് മതി. എല്ലാം കണ്ണും കേട്ടും തലറങ്ങുന്ന പോലെ തോന്നി മായാവതിക്ക്. നീ ഒരു കാലത്തും കോണ പിടിക്കലടി. അമ്മയുടെ ശാപവാക്കൾ കാതിലെത്തി ഗൗരിയുടെ. അവളുടെ വലതുകയിൽ പിടിച്ചുകൊണ്ട് ഗർവോടെ കാറിനടുത്തേക്ക് നടന്നു ഭദ്രൻ. പിന്നാലെ തളർച്ചയോടെ മായാവതിയും തൊട്ടുപിറകെ രാജേന്ദ്രനും. കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവൻ അവളെ ഇരുത്തിയപ്പോൾ രാജേന്ദ്രൻ ഭാര്യയെ നോക്കിക്കൊണ്ട് ബാക്ക് ഡോർ തുറന്നു പിടിച്ചു. തളർച്ചയോടെ മായാവതി കയറിയിരുന്നു. അവർക്ക് പിന്നാലെ അയാളും. ആ കാറ് മുന്നോട്ട് പോകുന്നത് നോക്കി ഹൃദയം തകർന്ന് രണ്ടുപേർ ആ മുറ്റത്തുനിന്ന് കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചുടുകണ്ണീരിൽ ഹൃദയം പൊള്ളിച്ചുകൊണ്ട്. കാട്ടുതീനേക്കാൾ വേഗത്തിൽ ആ വാർത്ത നാടറിഞ്ഞു. വലിയ വീട്ടിൽ ഭദ്ര ഒരുത്തിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇഷാനി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാനുള്ള ബസ് കാത്ത് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ രമണി ചേച്ചി ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടക്കത്തിൽ പറഞ്ഞു, മോളാ നാരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. അവൻ നമ്മുടെ കോൺവെന്റ് സ്കൂൾ കരാട്ട് പഠിപ്പിക്കാമെന്ന ഗൗരി ടീച്ചർ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. നാട്ടിൽ ഇപ്പൊ പൊടിപ്പ് തൊങ്ങലെ വെച്ച് വാർത്തകൾ അടിച്ചിറങ്ങുന്നുണ്ട്. കേട്ടത് വിശ്വാസം വരാതെ നിന്നുപോയി ഇഷാനി. സങ്കടമാണോ സന്തോഷമാണോ തോന്നിയെന്ന് അറിയുന്നില്ല അവൾക്ക്. സത്യാണോ ചേച്ചി? വിശ്വാസം വരാതെ ചോദിച്ചവൾ. അതേന്ന് അവളുടെ കയ്യിൽ നിന്ന് അമർത്തിക്കൊണ്ട് പറഞ്ഞവർ. ആശ്വാസത്തിന് നെടുവീർപ്പുയർന്ന അവളിൽ നിന്ന് ബസ് വന്നപ്പോൾ കയറി സൈഡ് സീറ്റിൽ ഇരുന്നവൾ. മനസ്സിൽ കുളിര് പടർത്തുന്നൊരു കാറ്റ് തഴുകി തലോടി കടന്നുപോയ അവളെ. സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ശ്രീകുട്ടി പോയിട്ടില്ല കോളേജിൽ. പഠിക്കൽ ചേച്ചിയെ കാത്തുന്നവളുടെ കാലുകുഴഞ്ഞു. ഫോൺ വിളിച്ച് പറഞ്ഞാൽ ശരിയാവില്ല. ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ കാത്തുനിന്നായിരുന്നവൾ. വഴിയിൽ നിന്ന് ചേച്ചി വരുന്ന കണ്ടപ്പോൾ ഓടി ഇറങ്ങിയവൾ. അവൾ ഓടി വരുന്നതിന്റെ കാരണം മനസ്സിലായതുകൊണ്ട് തന്നെ ചിരിച്ചു ഇഷാനി. ചേച്ചിയെ ബാധിച്ച ആ ബാധ ഒഴിഞ്ഞുപോയി കേട്ടോ. ചേച്ചിയെ വട്ടം പിടിച്ചുകൊണ്ട് ആ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, അറിഞ്ഞു മോളെ, രമണി ചേച്ചി ഉണ്ടായിരുന്നു ബസ്സിൽ. ഞാൻ കണ്ടിട്ടുണ്ട് അവർ സംസാരിക്കുന്നത്. അതൊരിക്കലും അവരുടെ സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല. ചേച്ചിയുള്ള വാശിക്ക് ചെയ്തായിരിക്കും. അതിന്റെ പഴിയും കേൾക്കേണ്ടി വരും എനിക്കിനി. പറഞ്ഞുകൊണ്ട് പടികൾ കയറിയവൾ. ഈ ചേച്ചിക്ക് ഒരു സന്തോഷമില്ലല്ലോ. ചേച്ചി ആ ഫോണിൽ കാണിച്ചേ, ഞാൻ സേവിച്ചിരുന്ന് വിളിച്ചു പറയട്ടെ. അങ്ങനെയെങ്കിലും ഹാപ്പിയാവും നോക്കട്ടെ. ശ്രീവേദ പറയുന്നേട്ട് ഇഷാനി ദേഷ്യപ്പെട്ടു. നിനക്ക് എന്തിന്റെ കേടാ, വേറെ പണിയില്ലേ? പറഞ്ഞുകൊണ്ട് വേദത്തിൽ പൂമുഖത്തേക്ക് നടന്നു. അമ്മയെ അവളെ കാത്തു നിൽക്കുകയായിരുന്നു. അമ്മയുടെ മുഖത്തൊരു സങ്കടഭാവം കണ്ട് ഇഷാനി. അതിന്റെ കാരണം അറിയാവുന്നതുകൊണ്ട് അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. ബാഗിൽ നിന്ന് ചോറ്റുപാത്രം എടുത്ത് ബാഗ് മേശപ്പുറത്ത് വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. പാത്രം കഴുകി വെച്ച് വന്നിട്ട് ഫോൺ ചാർജിൽ വെച്ച് അകത്തേക്ക് കയറിപ്പോയി. ചേച്ചി കുളിക്കാനാണ് പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ആൾ ബാത്റൂമിലേക്കായിരുന്നവരെ കാത്തു നിന്ന് ശ്രീകുട്ടി. വിശേഷം സേവിയോട് പറയാതെ സമാധാനം ഉണ്ടായിരുന്നില്ല അവൾക്ക്. ചേച്ചിയുടെ ഫോണിൽ നിന്ന് അമ്മയുടെ ഫോണിലേക്ക് നമ്പർ പകർത്തിയെടുത്ത് അമ്മയുടെ ഫോണുമായി തൊടിയിലേക്ക് പോയവൾ. പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ട് തന്നെ ഒന്ന് സംശയിച്ചിട്ടാണ് ഫോൺ എടുത്തവൻ. അതെ സേവിച്ച, ഞാനാ ശ്രീകുട്ടി. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എടുത്ത ഉടനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞവൾ. അല്ല, ആരിത് ശ്രീകുട്ടിയോ? എന്നാണോ പതിവില്ലാത്തൊരു വിളി? ആ ശബ്ദം ശ്രീകുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. എന്താണ് സന്തോഷ വാർത്ത? തന്റെ ചേച്ചിയുടെ കല്യാണമായോ? ചിരിച്ചുകൊണ്ട് വീണ്ടും അവൻ ചോദിച്ചു. അതൊന്നുമില്ല, അതിനേക്കാൾ സന്തോഷമുള്ള മറ്റൊരു കാര്യമാണ്. വീണ്ടും സസ്പെൻസോടെ പറഞ്ഞു. ഹാ, കളിക്കാതെ കാര്യം പറവച്ചേ. സേവി അക്ഷമനായി. അതെ, ചേച്ചിയുടെ ബദ്ധ ശത്രു ഭദ്രൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ചേച്ചിയുടെ വാശിക്കായാലും അയാളുടെ കല്യാണം കഴിഞ്ഞെന്നാ കേട്ടത്. അമ്പലത്തിൽ വെച്ച് മാറിയിട്ടത്രേ. ശ്രീകുട്ടി പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചുപോയി സേവി. ആ കുരിശ് ഇത്ര പെട്ടെന്ന് അതും സംഘടിപ്പിച്ചോ? ഇവനൊക്കെ കെട്ടാമുട്ടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ആ നാട്ടില്, സമ്മതിക്കണം. ആള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് കേട്ടത്. ഇവിടെ അടുത്തുള്ള കോൺവെന്റ് സ്കൂൾ പഠിപ്പിക്കാവുന്ന ടീച്ചറാ. കേശവാശാന്റെ പെങ്ങളുടെ മകള്. പുള്ളിക്കാരി ഇങ്ങനെ കയറി പറ്റിയെന്നാ മനസ്സിലാവാത്തത്. എന്നാലും എന്റെ ചേച്ചിയുടെ കൂടെ കൂടിയെന്ന ബാധ ഒഴിഞ്ഞല്ലോ, അതിന്റെ ആശ്വാസത്തിലാ. ശ്രീകുട്ടി സന്തോഷത്തോടെ പറഞ്ഞു. ചേച്ചിക്ക് ഹാപ്പിയില്ലേ ന്യൂസ് കേട്ടപ്പോ? അതേ ചിരിയോടെ ചോദിച്ചു സേവി. അതൊരു പ്രത്യേക സൈസ് സാധന. അമിതായിട്ട് സന്തോഷിക്കുകയില്ല, സങ്കടപ്പെടുകയില്ല. ഞാൻ വിവരം പറഞ്ഞപ്പോൾ ഒരു എക്സ്പ്രഷനും ഇല്ല. നിരാശയോടെ പറഞ്ഞു ശ്രീകുട്ടി. ചിലരെങ്ങനെയാണോ? ആ സാറില്ല. ഇനി തന്റെ ചേച്ചിക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. തന്റെ കയ്യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, നമുക്ക് ആലോചിക്കാം. തന്നെ പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്തോളാം. ആ ഒരു കാരണം പറഞ്ഞ് തന്നെ ചേച്ചി കെട്ടാൻ നിൽക്കണ്ട. തന്റെ അമ്മയ്ക്ക് ആഗ്രഹം ചേച്ചിയുടെ കല്യാണം വേഗം നടത്താനാ. പിടിച്ച പിടിയാൽ അയാൾ കെട്ടിക്കണം. എന്തു പറയുന്നു? അവൻ ചോദിച്ചു കേട്ടപ്പോൾ ഉത്സാഹമായി ശ്രീകുട്ടിക്ക്. അതെ, ബ്രോക്കർ നാരായണ ചേട്ടൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ചേച്ചിയോട് പറയാൻ പേടിയാ. അവരെ ഞായറാഴ്ച പെണ്ണാൻ വരുന്നുണ്ട്. ചേച്ചി അറിഞ്ഞാൽ ഭൂകമ്പുണ്ടാക്കും. പയ്യന് ടെക്നോ പാർക്കിലാ ജോലി. നല്ല കുടുംബം. അവരുടെ അമ്മയുടെ നാട് ഇവിടെയാ. അങ്ങനെ വന്ന ആലോചന. ചേച്ചി അമ്മയും അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാ വരുന്നത്. ചേച്ചിയോട് പറയണ്ട കേട്ടോ, ഞങ്ങളതൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുക. ശ്രീകുട്ടി ശബ്ദം താഴ്ത്തിയാണ് അതൊക്കെ പറഞ്ഞ്. ആഹ്, ഇതാണല്ലോ ഇപ്പൊ സർപ്രൈസ് ആയത്. എന്നാലും ചെറുക്കം വന്ന് കണ്ടിട്ട് പോട്ടെ, നമുക്കൊന്ന് ആഞ്ഞു പിടിച്ച് തങ്ങ് നടത്താം. സേവി ആവേശത്തോടെ പറഞ്ഞു. ഇത് അമ്മയുടെ നമ്പരാ. ചേച്ചിയുടെ ഫോണിൽ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിക്കുന്നത്. ചേച്ചി അറിയണ്ട കേട്ടോ, ഞായറാഴ്ച ഞാൻ വിളിക്കാം. വെക്കുവാണേ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൾ. ആളൊരു കാന്താരി തന്നെ. ജോസൂട്ടി, ആ ഭദ്രനൊരു പെണ്ണിനെ മാറിയിട്ട് കൊണ്ടുവന്നെന്ന് ഇഷാനിയുടെ അനിയത്തിയെ വിളിച്ച്. എന്തായാലും ആ ശല്യം ഒഴിഞ്ഞിട്ടി. ഗ്ലാസ്സിലേക്ക് മദ്യം പാർത്തിക്കൊണ്ട് സേവി പറഞ്ഞു. അതുകൊള്ളാം,
അവനിത്ര വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നോ? എന്നിട്ടാണ് ഇഷാനിയുടെ പിന്നാലെ നടന്നിരുന്നത്. എന്നാലും അവന്റെ പിന്നാലെ എന്നവൾക്ക് സമ്മതിക്കണം. അല്ല, അവന്റെ ഏതെങ്കിലും ചുറ്റികൾ തന്നെ ആയിരിക്കും. ജോസൂട്ടി എന്തൊക്കെ ആലോചിച്ച് കുട്ടിയോട് പറഞ്ഞു. നമ്മളെ ഒരു ശത്രു പോയി കിട്ടി, നീ അത് വിട്ടേ. അവനെ ജോക്കുട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിറക്കാൻ ആളുടെ സഹായമാണെന്നാണ് കേട്ടത്. അവനൊന്ന് നേരെക്കാനാവട്ടെ, എന്നിട്ട് വേണം അവനൊന്ന് ശരിക്ക് കാണാൻ. സേവിയുടെ കണ്ണുകൾ ചുവന്നു കയറി. വെറുതെ വേണ്ടാത്ത വയ്യാവരിയുടെ തലയിൽ വെക്കണ്ട, പോകുന്ന വഴി പൊക്കോട്ടെ. ഇനി അതിന്റെ പേരിൽ കേസ് കൂട്ടാക്കാനാണോ? ജോസൂട്ടി ദേഷ്യത്തിൽ ചോദിച്ചു. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. കൂടുതൽ ഉണ്ടാക്കാൻ വരല്ലേ, സേവി ഗൗരവത്തിൽ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാ ഇപ്പൊ കേൾക്കുന്നൊരു പുണ്യാളൻ. ചെറിയൊന്ന് കോട്ടിക്കൊണ്ട് പറഞ്ഞ് ജോസൂട്ടി മുഖം തിരിച്ച് ഇഷ്ടക്കേടോടെ. നീ വിട്ടോ, ഞാൻ വന്നോളാം. അവൻ അവിടെ ഇരുന്നാൽ തനിക്ക് കൂടുതൽ കുടിക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നുണ്ട്. സേവി ആ തക്കത്തിന് ജോസൂട്ടിയെ ഒഴിവാക്കാൻ നോക്കി. അങ്ങനെ ഇപ്പൊ പൂസാവണ്ട, കോട്ട കഴിഞ്ഞല്ലോ, പോവാൻ നോക്കാം. ജോസൂട്ടി എഴുന്നേറ്റു. എനിക്ക് മതിയായില്ല, നീ വിട്ടോ, വീണ്ടും പറഞ്ഞു സേവി. ചില ദിവസം അവൻ അങ്ങനെയാണ്. ചിന്തകൾക്ക് ഭ്രാന്തി പിടിക്കുന്ന നേരം എത്ര കുടിച്ചാലും മതിയാവില്ല അവന്. അത് ജോസൂട്ടിക്കും അറിയാം. എത്ര വഴക്ക് പറഞ്ഞാൽ അവനെ ഉപേക്ഷിച്ച് പോവില്ല അവൻ. പോയാലും സമാധാനം കിട്ടില്ല അവന്. ഓവറായാൽ പ്രതികരണശേഷി കൂടുതലാണ് സേവിക്ക്. അത് ജോസൂട്ടിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് എഴുന്നേറ്റ പോലെ തന്നെ ഇരുന്നവൻ. എന്തേ പോണില്ലേ? തനിക്ക് മുന്നിലായിരിക്കുന്നവനെ നോക്കി ചോദിച്ചുകൊണ്ട് വീണ്ടും കുപ്പി ഓർഡർ ചെയ്തവൻ. ഇല്ല, പോകുന്നില്ല. ഈ കുരിശ് കർത്താവിന്റെ ചുമൽ വെച്ചിട്ട് വർഷങ്ങളായില്ലേ, ചുമന്നല്ലേ ശീലം. അവൻ പറഞ്ഞു കേട്ട് ഉറക്കെ ചിരിച്ചുപോയി സേവി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.